കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ലൈഫ് ത്രെറ്റൻഡ് ആകാൻ വരെ സാധ്യതയുള്ള ഒരു ഗ്യാസ് പോയ്സണിങ് ആണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഫ്യൂവൽ ബേൺ ആവുമ്പോഴോ ചാർക്കോൾ ബേൺ ആവുമ്പോഴോ എൻജിൻ വർക്ക് ചെയ്യുമ്പോഴോ ഉണ്ടാവുന്ന ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ്. എപ്പോഴും നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ഫ്യൂവൽ ബേൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം. എന്നാലും ഒരു ഓപ്പൺ സ്പേസിൽ ഇത് നടക്കുമ്പോൾ, പ്രോപ്പറായിട്ടുള്ള എയറേഷൻ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിൻഡ് പ്രസൻ്റ് ആണെങ്കിൽ യൂഷ്വലി കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ തന്നെ നോർമലായിട്ട് മൂവ് ചെയ്തു പോകുന്നു. എന്നാൽ ഈ ഫ്യൂവൽ ബേൺ ആവുന്നത്, ചാർക്കോൾ ബേൺ ആവുന്നത്, എൻജിൻ വർക്ക് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സ്പേസിലാണെങ്കിൽ ആ കാർബൺ മോണോക്സൈഡ് ആ ക്ലോസ്ഡ് സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത് കെട്ടിക്കിടന്ന് അതിനൊരു കളർ ഇല്ലാത്തത് കൊണ്ടും സ്മെല്ലില്ലാത്തത് കൊണ്ടും യൂഷ്വലി നമ്മൾ ഇൻഹെയിൽ ചെയ്താലും നമ്മൾക്ക് തിരിച്ചറിയാത്ത രീതിയിൽ അത് ഇൻഹെയിൽ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് ഒരു ലൈഫ് ത്രെറ്റൻഡ് പ്രോബ്ലത്തിലേക്ക് എത്തുന്നത്? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. യൂഷ്വലി നമ്മളുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് നമുക്കറിയാം, CO2. എന്നാൽ CO2വിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു ഗ്യാസാണ് CO, ഇറ്റ്സ് കാർബൺ മോണോക്സൈഡ്. നമ്മളുടെ ബോഡിയിൽ ഓക്സിജനെ ക്യാരി ചെയ്ത് നടക്കാൻ ഉള്ള ഒരു ബ്ലഡിൻ്റെ കോമ്പോണൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ RBCയുടെ ഒരു കോമ്പോണൻ്റ്. ഈ RBCയിലുള്ള ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്ത് ആവശ്യത്തിനനുസരണം ടിഷ്യൂസിന് പെർഫ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ RBCയുടെയും ധർമ്മം. RBCയിലുള്ള ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്ത് ഓക്സിജനെ ബോഡിയുടെ എല്ലാ ടിഷ്യൂസിലേക്കും ആവശ്യത്തിനനുസരിച്ച് പെർഫ്യൂസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ, സോ ഹീമോഗ്ലോബിന് ഓക്സിജനുമായി ബൈൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ കാർബൺ മോണോക്സൈഡിൻ്റെ കേസ് വരുമ്പം ഓക്സിജനുമായി എന്തുമാത്രം ബന്ധമാണോ ഒരു ഹീമോഗ്ലോബിൻ ഉള്ളത്, അതായത് ഒരു ഓക്സിജന് ഹീമോഗ്ലോബിനും തമ്മിലുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. ഹീമോഗ്ലോബിന് ഓക്സിജനുമായി ബൈൻഡ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, അതിനേക്കാളിലും 200 മടങ്ങ് കൂടുതലാണ് ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡുമായി ബൈൻഡ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി അല്ലെങ്കിൽ ഒരു ടെൻഡൻസി. ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനെ കാണുന്ന പക്ഷം ഏത് സ്പീഡിലാണോ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നത് അതിനേക്കാളും 200 മടങ്ങ് സ്പീഡിൽ ഇത് കാർബൺ മോണോക്സൈഡുമായി ബൈൻഡ് ചെയ്യുകയും അങ്ങനെ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ്റെ സർക്കുലേഷൻ ഡിക്രീസ് ആവുകയും നമ്മളുടെ ടിഷ്യൂസിന് ഹൈപ്പോക്സിയ ഉണ്ടാവുകയും ചെയ്യും. കൺഫ്യൂഷൻ, ഇറിറ്റബിലിറ്റി, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, കൺവൽഷൻസ്, സീഷർ, കോമ, ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ കാണുന്ന സിംറ്റംസ്. കാർബോക്സി ഹീമോഗ്ലോബിൻ അസസ് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ വാല്യൂ അനുസരിച്ചാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ കൊടുത്ത് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, കാർബൺ മോണോക്സൈഡ് നമ്മളുടെ ചുറ്റിലും പല എൻജിൻ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഒരു ചാർക്കോൾ ബേൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ടോ ഫ്യൂവൽ ബേൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ടോ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാം. പക്ഷേ അതൊരു ക്ലോസ്ഡ് സർഫസിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ടിലാകുമ്പോഴാണ് അത് പോയ്സണിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഒരു ഗാരേജിനകത്തുള്ള കാർ AC ഓൺ ചെയ്ത് എൻജിൻ ഓൺ ചെയ്ത് വിൻഡോസ് ക്ലോസ് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അതിനകത്ത് കാർബൺ മോണോക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യപ്പെടാം. കുറച്ച് ചാർക്കോൾ ഒരു റൂമിലിട്ട് ബേൺ ചെയ്ത് ആ റൂമിൻ്റെ ഡോറും അതുപോലെ വിൻഡോസും ക്ലോസ് ചെയ്ത് അതിനകത്ത് അകപ്പെടുന്ന ഒരാൾക്കും കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉണ്ടാവാം. കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ കളർ പിങ്കിഷ് റെഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം
നമ്മളുടെ ബോഡിയിലെ സ്കിന്നിൽ ഈ ഒരു കളർ വന്നു വരും. ഒരു പിങ്കിഷ് അല്ലെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ലിപ്സും ബോഡിയുടെ സ്കിന്നിൽ മൊത്തം ഈ റെഡിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുന്നതുമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് കാണിക്കുന്ന കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നറിയപ്പെടുന്ന ഏർലി സൈൻസ്.